1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ മുസിരിസ് തുറമുഖം നാമാവശേഷമാവുകയും തുടർന്ന് കൊച്ചാഴി എന്നറിയപ്പെട്ടിരുന്ന കൊച്ചി തുറമുഖം വഴിയാണ് വിദേശികൾ വ്യാപാരം നടത്തിവന്നിരുന്നത്. അറബികളും ഗ്രീക്കും റോമനും ചൈനയും കറുത്ത പൊന്നായ കുരുമുളകടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങളിലായിരുന്നു നോട്ടമിട്ടിരുന്നത്. ബ്രിട്ടീഷ് മേൽക്കോയ്മ ശക്തമായ കാലത്താണ് കൊച്ചി തുറമുഖത്തിന്റെ വ്യാപ്തി കൂട്ടുന്നതിനായി മദ്രാസ് പ്രസിഡൻസിയുടെ പ്രസിഡന്റായിരുന്ന തോമസ് ഫ്രീമാൻ വില്ലിംഗ്ടൺ ബ്രിട്ടീഷ് ഹാർബർ എഞ്ചിനീയറായിരുന്ന റോബർട്ട് ബ്രിസ്റ്റോയെ നിയമിച്ചത്. 1920 അദ്ദേഹം എറണാകുളത്ത് പഴയ റെയിൽവേ സ്റ്റേഷനിൽ പ്രമുഖരോടൊപ്പം വന്നിറങ്ങി. വാതുരുത്തി എന്ന കൊച്ചു ദ്വീപിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപായി ഉയർത്തുകയാണ് ചെയ്തത്. 450 അടി വീതിയും 4 കിലോമീറ്റർ നീളത്തിലും അടിഞ്ഞുകൂടിയ എക്കൽ എടുത്തുമാറ്റി ഒരു കടൽപാത നിർമ്മിക്കുന്നതോടൊപ്പം ദ്വീപിൽ തന്നെ സ്ഥിരതാമസമാക്കിക്കൊണ്ട് റോബർട്ട് ബ്രിസ്റ്റോ 750 ഏക്കർ വിസ്തീർണമുള്ള ഒരു ദ്വീപിന് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. സ്കോട്ട്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന വില്ലിംഗ്ടൺ എന്ന് നാമകരണം ചെയ്ത ഡ്രഡ്ജറാണ് ദ്വീപിന്റെ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത്. മുതൽ ഒരു ദിവസം 20 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് 1975 വരെ ഇത് തുടർന്നു. വില്ലിംഗ്ടണിന്റെ ഭാര്യയായ മേരി അഡൈഡെ വില്ലിംഗ്ടണിന്റെ നാമധേയത്തിൽ 1926 തന്നെ മറ്റൊരു ബക്കറ്റ് ഡ്രഡ്ജർ തുറമുഖത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടി. 1925 തന്നെ ബോംബെയിൽ നിന്ന് വന്ന SS പത്മ എന്ന കപ്പൽ കൊച്ചിയിൽ നങ്കൂരമിട്ടു. ചരക്ക് ഗതാഗതത്തിനായി വലിയ കേവ് വെള്ളങ്ങൾ ഇതോടെ സജീവമായി. തുടർന്ന് കപ്പലുകളുടെ വരവും പോക്കും നിരീക്ഷിക്കുന്നതിനായി കൊച്ചിയിൽ ഒരു ലൈറ്റ് ഹൌസ് ബ്രിസ്റ്റോ നിർമ്മിക്കുകയുണ്ടായി. കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി ചരക്ക് ഗതാഗതത്തിന് റെയിലോടുകൂടിയ ഒരു റോഡ് ബ്രിഡ്ജ് വാതുരുത്തിയെ എറണാകുളവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ബ്രിസ്റ്റോയുടെ നേതൃത്വത്തിൽ ഒരു പാലം പണിതുയർത്തി. അടുത്ത വർഷം തന്നെ പശ്ചിമ കൊച്ചിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു പാലവും സാധ്യമാക്കിയെടുത്തു. ഈ പാലത്തിൽ കപ്പലുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കുവാനുള്ള തരത്തിൽ മധ്യഭാഗത്തുള്ള 16 സ്പാനുകൾ കപ്പിയും വടവും ഉപയോഗിച്ച് ഉയർത്താവുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരുന്നു. പിന്നീടുള്ള നാളുകൾ കൊച്ചി തുറമുഖത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുകൂട്ടുന്ന വിധത്തിലാണ് വളർച്ച കൈവരിച്ചത്. കൊച്ചിൻ എയർപോർട്ടിന്റെയും സതേൺ നേവൽ കമാൻഡിന്റെയും കസ്റ്റംസ് ഹൌസിന്റെയും ഇതര സ്ഥാപനങ്ങളുടെയും ആസ്ഥാന കേന്ദ്രമായി കൊച്ചി തുറമുഖം മാറി. ലോർഡ് വില്ലിംഗ്ടൺ അറബിക്കടലിന്റെ ഔട്ടർ ചാനലിൽ ദിശ തെറ്റി മണൽത്തിട്ടയിലിടിച്ച് മുങ്ങുകയാണുണ്ടായത്. ഇതിന്റെ യന്ത്രഭാഗങ്ങൾ നേവി പിന്നീട് വീണ്ടെടുത്ത് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയുണ്ടായി.
അടുത്ത വർഷം തന്നെ 1979 ലേഡി വില്ലിംഗ്ടൺ ഡ്രഡ്ജറും തുറമുഖത്തു തന്നെ യന്ത്രത്തകരാറു മൂലം ആഴങ്ങളിലേക്ക് മറഞ്ഞു. ഇതിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ടുള്ള ഒരു ദൃശ്യം ഐലൻഡിലെ മർച്ചന്റ് നേവി ക്ലബിന്റെ മുൻഭാഗത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഭാരതത്തിൽ തന്നെ തുറമുഖങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയായ റോബർട്ട് ബ്രിസ്റ്റോയുടെ നിസ്തുല സേവനം നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതസഖിയായ അഡലൈഡ് ബ്രിസ്റ്റോ ഇവിടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് കാട്ടിയിട്ടുള്ള മികവുകൾ ഏറെ പ്രശംസനീയമാണ്. ഇന്ന് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ വരവോടെ കൊച്ചി തുറമുഖം നാമാവശേഷമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ചരക്കു കപ്പലുകളുടെ ഇങ്ങോട്ടുള്ള വരവ് നിലച്ചത് കാരണം പല ട്രേഡിംഗ് സ്ഥാപനങ്ങളും വല്ലാർപാടത്തേക്ക് പറിച്ചുമാറ്റപ്പെട്ടു. പല ഓഫീസുകളും ഇതിനകം പൂട്ടിക്കഴിഞ്ഞു. പ്രധാന റെയിൽവേ സ്റ്റേഷൻ ശ്മശാന മൂകതയിലേക്ക് തള്ളപ്പെട്ടു. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ വരവോടെ കൊച്ചി വിമാനത്താവളത്തിന്റെ ഇരമ്പലും നിലച്ചു. തുറമുഖത്തിന്റെ ഡ്രഡ്ജിംഗ് നിലച്ചതോടെ എക്കലടിഞ്ഞ് ഉൾനാടൻ പ്രദേശങ്ങളിൽ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമാവുന്ന കാഴ്ചയും ഇവിടെ കാണാം. വലിയ മദർഷിപ്പുകൾ അടുക്കാവുന്ന തരത്തിലുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആഗമനത്തോടെ വല്ലാർപാടം തുറമുഖവും ഉത്കണ്ഠയുടെ നാളുകൾ എണ്ണുകയാണ്.